ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇനിയിപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ നല്ലതാണ് ഈ ഒരു ഔഷധക്കഞ്ഞി നമ്മൾ കുടിക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ആദ്യതാ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് കുതിർക്കാൻ വെക്കാം. ഒരു 4 മണിക്കൂറൊക്കെ കുതിർക്കെടുക്കണം കേട്ടോ. ഈ ഒരു ഔഷധക്കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നത് ഞവര അരി വെച്ചിട്ടാണ് കേട്ടോ. ആയുർവേദത്തിൽ ഔഷധ ഗുണങ്ങളുടെ കലവറായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഞവര അരി അറിയപ്പെടുന്നത് കേട്ടോ. ധാരാളം പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നതുകൊണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം ഞവര അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു 2.5 കപ്പോളം വെള്ളം ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു 3/4 കപ്പോളം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് പിഴിഞ്ഞെടുക്കാം കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്തെടുത്തിട്ടുള്ള ഉലുവയില്ലേ, അത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ നമ്മൾ 1/2 കപ്പ് വെള്ളത്തിലാണ് കുതിർത്തെടുത്തത്. അത് വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ 3 കപ്പോളം വെള്ളമായിട്ടോ. ഇനി നമുക്കുണ്ടല്ലോ അതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, അത് നിങ്ങൾക്ക് പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. കാരണം ഉലുവയൊക്കെ നമ്മൾ കുതിർത്താണ് എടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ അരി ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി ഉലുവയും പകുതിയായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ഉലുവ എടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ചെറിയൊരു കയ്പ്പ് വരും, അപ്പോൾ അവരൊന്നും കുടിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് 1 ടേബിൾ സ്പൂൺ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പകുതിയാക്കി എടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങാപ്പാൽ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. പിന്നെ നമ്മൾ ഒരുപാട് തേങ്ങാപ്പാൽ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഔഷധ കഞ്ഞിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒത്തിരി തേങ്ങാപ്പാൽ ചേർക്കണ്ട കേട്ടോ. ഇത്ര തന്നെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങ് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നങ്ങ് തിള വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉള്ളി താളിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണ് പശുവിൻ നെയ്യ് എടുത്തിട്ട് ഒന്ന് ഉള്ളി താളിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെറുതെ ചേർത്ത് കൊടുത്താലും മതി, അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 3 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ഇത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ദഹനം എളുപ്പമാക്കാനും മലബന്ധം തടയാനും ഇത് നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാടൊന്നും ചേർക്കരുത്. ഇത് ഔഷധ കഞ്ഞി ആയതുകൊണ്ട് നേരിയ ഉപ്പിട്ടിട്ട് വേണം ഇത് കുടിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ താളിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും കൂടിയാണ്. അതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കരുത്. തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കിത് കുടിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.